ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ജപമാല ഭക്തിയാണ്. ജപമാലയുടെ ആരംഭം കുറിക്കുന്നത് വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ്. വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജപമാല നൽകി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ, അതുപോലെ തന്നെ പാഷണ്ഡത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഇപ്രകാരം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. 15-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ജപമാലയെ ക്രമീകരിക്കുന്നത്. 5-ാം പിയൂസ് പാപ്പയാണ് ഇതിനെ നമ്മളുടെ ആരാധനക്രമത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒക്ടോബർ 7 ജപമാലയുടെ തിരുനാളായിട്ട് ആഘോഷിച്ചു തുടങ്ങിയത്. ഇനി നമ്മൾ കേരള ചരിത്രത്തിലേക്ക് വരുമ്പോൾ, സഭയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ, പോർച്ചുഗീസുകാരാണ് ജപമാല ഭക്തി നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ പോർച്ചുഗീസുകാർ വരുന്നത്. അങ്ങനെ അതോടൊപ്പം ഈ ഭക്തിയും അവിടെ ആരംഭിക്കുകയാണ്. പിന്നീട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം 17-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴാണ് ഈ ഭക്തി നമ്മളുടെ കുടുംബ പ്രാർത്ഥനയായിട്ട് മാറുന്നത്. അപ്പോൾ അതിന്റെ തുടക്കത്തില് ഫ്രാൻസിസ്കൻ സന്യാസികളും അതുപോലെ തന്നെ ഡൊമിനിക്കൻ സന്യാസികളും അവരുടെയെല്ലാം നിതാന്തമായിട്ടുള്ള പരിശ്രമമാണ് ഈ ഒരു ജപമാല ഭക്തി നമ്മളുടെ ഇടയിലേക്ക് പ്രചരിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. പിന്നീട് അത് കർമ്മലീത്ത വൈദികര് അതിനെ ആഴത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട്, ആ ഒരു വിശ്വാസത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള പരിശ്രമം കർമ്മലീത്ത വൈദികരുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഈ പ്രാർത്ഥന, ഈ ജപമാല ഭക്തി, ഇത് നമുക്ക് ഒരു പേഴ്സണൽ പ്രെയർ ആയിട്ട് ഉപയോഗിക്കാം, വ്യക്തിപരമായിട്ടുള്ളൊരു പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം ഇതൊരു സമൂഹ പ്രാർത്ഥനയായിട്ട് കുടുംബത്തില് അതുപോലെ തന്നെ ഇടവകയിൽ ഒരുമിച്ചിരുന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ധ്യാനാത്മകമായിട്ട് ചൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ രഹസ്യവും എടുത്തിട്ട് ആ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മൾ ആ ഒരു ധ്യാനാത്മകമായിട്ട് ആ രഹസ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ കുടുംബം ഒരുമിച്ച് കൂടിയുള്ള പ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജപമാലയാണ്, ഈ ഭക്തിയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഒരുമിച്ച് വരുവാനും ഒരു പ്രത്യേക സമയം വെക്കുവാനും ഭക്തിയോടുകൂടി ചൊല്ലുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ മാസം നമ്മൾ ജപമാല മാസമായിട്ട് ആചരിക്കുകയാണ്, ഒക്ടോബർ മാസം. ഈ അവസരത്തില് മാതാവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മാതാവിന്റെ മക്കളായിട്ട് മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് കൂടുതലായിട്ട് നമുക്ക് അടുക്കുവാനായിട്ട് മാതാവിന്റെ പ്രാർത്ഥനകൾ ഉപയോഗിച്ചുകൊണ്ട് മാതാവിന്റെ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.